ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ കേരളത്തിലെ രണ്ടാമത്തെ ആശുപത്രി എന്ന ഖ്യാതി കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക്. കാർഡിയോ തൊറാസിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് രാമൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് കാരിത്താസ് ഈ വിജയം നേടിയെടുത്തത്. ഇന്ത്യയിലെ വൻ നഗരങ്ങളിലെ ആശുപത്രികൾക്ക് മാത്രം അവകാശപ്പെട്ട പെരുമയിലേക്കാണ് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രി എത്തിയിരിക്കുന്നത്. വൻ നഗരങ്ങളിലല്ലാതെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ ആശുപത്രിയാണ് കാരിത്താസ്. കേരളത്തിൽ കൊച്ചി കഴിഞ്ഞാൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള രണ്ടാമത്തെ നഗരമായി ഇതോടെ കോട്ടയവും മാറി. ഡിസംബർ 3-നാണ് കാരിത്താസ് ആശുപത്രിയുടെ ആതുര സേവന രംഗത്ത് ചരിത്രമെഴുതിയ ശസ്ത്രക്രിയ നടന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വാഴൂർ സ്വദേശി സുനീഷ് കുമാറിന് മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്നാണ് ശസ്ത്രക്രിയയ്ക്ക് വഴിയൊരുങ്ങിയത്. 4 മാസമായി കാരിത്താസിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വൈക്കം സ്വദേശി മനോജിന്റെ ശരീരത്തിലാണ് ഇനി സുനീഷിന്റെ ഹൃദയം മിടിക്കുന്നത്. ഇന്ത്യയിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് സർജറിയാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാൻ ഇതൊരു 40-year-old പേഴ്സൺ ആയിരുന്നു. അയാൾക്കൊരു മേജർ അറ്റാക്ക് 1 year ബാക്ക് ഉണ്ടായിട്ട്, ഹാർട്ട് ഫെയിലിയർ ഉണ്ടായിട്ട് ഒരു 3-4 മാസമായിട്ട് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കഴിയുമായിരുന്നു. റെസിപ്പിയൻ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 months വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇയാൾക്ക് ഹാർട്ട് കിട്ടുന്നത്. ഇപ്പം ഓർഗൻ ഡൊണേഷൻ വളരെ പ്രാബല്യമായിട്ട് കേരളത്തിൽ വളരെ മൃതസഞ്ജീവനി അല്ലെങ്കിൽ കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് വളരെ വിപുലമായിട്ട് പ്രോഗ്രാം ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് വി വർ ഏബിൾ ടു ഡു ഇറ്റ്. ഏതു നിമിഷവും നിലയ്ക്കുമായിരുന്ന ഹൃദയവുമായി കഴിഞ്ഞിരുന്ന മനോജിന് ഇനി ധൈര്യമായി ഇറങ്ങി നടക്കാമെന്ന് ഡോക്ടർ രാജേഷ് രാമൻകുട്ടി ഉറപ്പു നൽകുന്നു. സെഡൻറ്ററി ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ പുള്ളിക്ക് ചെയ്തു തുടങ്ങാവുന്നേ ഉള്ളൂ. ലൈക്ക് വലിയൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി വരുന്ന ജോബ്സ് ഫ്രം 6 months to a year. പോസ്റ്റ് 1 year യൂഷ്വലി they don't have the common initial complications, അതായത് ഇൻഫെക്ഷനോ റിജക്ഷനോ ഒക്കെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ 1 year കഴിഞ്ഞാൽ they can go back to their active work whichever they were pursuing earlier. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും രാത്രി 10 മണിക്ക് തുടങ്ങിയ ശസ്ത്രക്രിയ 13 മണിക്കൂറുകൾക്ക് ശേഷമാണ് കാരിത്താസിൽ പൂർത്തിയായത്. ഡോക്ടർ രാജേഷ് രാമൻകുട്ടിയെ കൂടാതെ അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ നിതീഷ് നാരായണൻ, ഡോക്ടർ നിഷ ജോസഫ് പാറ്റാനി, ഡോക്ടർ ദീപക് AN, ഡോക്ടർ ജോബി കെ തോമസ്, ഡോക്ടർ ജോണി ജോസഫ്, ഡോക്ടർ ദീപക് ഡേവിഡ്സൺ, ഡോക്ടർ തോമസ് ജോർജ് എന്നിവരാണ് ശസ്ത്രക്രിയയ്ക്ക് ചുക്കാൻ പിടിച്ചത്. കേരള സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി പ്രകാരം നടപ്പാക്കിയ യജ്ഞത്തിൽ കാരിത്താസ് ആശുപത്രിയുടെ എല്ലാ വിഭാഗങ്ങളും കൈകോർത്തു. ആശുപത്രിയുടെ ഒരു വളർച്ചയും പുരോഗതിയേക്കാൾ ഉപരിയായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനോജിന് ഒത്തിരി നാൾ മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യതയില്ല. ആ ഒരു ഘട്ടത്തിൽ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടിയൊരു ഹൃദയം തുന്നിച്ചേർത്ത് ഒരു ജീവൻ കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്നത്. അവയവദാനം നടത്താൻ തയ്യാറായ സുനിൽകുമാറിന്റെ കുടുംബത്തെയും കാരിത്താസ് അധികൃതർ സഹായിച്ചു. 1 ലക്ഷം രൂപയാണ് കാരിത്താസ് ഹാർട്ട് ഫൗണ്ടേഷൻ സുനിലിന്റെ കുടുംബത്തിന് നൽകിയത്. ക്യാമറമാൻ സാലു മീനടത്തിനൊപ്പം ആർ സന്ദീപ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.